കോഴിക്കോട് കളരിക്കണ്ടി സ്വദേശി ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് നിഗമനം. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പിലാശ്ശേരിയിലെ ഉത്സവ പറമ്പിൽ വെച്ച് ബാബുവിനെ ഒരു സംഘം മർദ്ദിച്ചു എന്ന പരാതിയുണ്ട്. മർദ്ദനമേറ്റ തൊട്ടടുത്ത ദിവസമാണ് ബാബു മരിച്ചത്. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോൾ അമ്പലപ്പറമ്പിലെ സംഘർഷത്തിലാണ് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അതിൽ ഒരാൾ മാത്രമേ പങ്കാളിയായിട്ടുള്ളൂ എന്നാണോ? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, ഒരാളല്ല, ഒന്നിലധികം പേരുണ്ട്. സ്വത്ത് തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബാബുവിന്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം. അതിൽ ബാബു സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസം പുലർച്ചെ, അതായത് ശനിയാഴ്ച പുലർച്ചെ ബാബു വീട്ടിലേക്ക് എത്തി. അദ്ദേഹം അവശ നിലയിലായിരുന്നു. പിന്നീട് ഉറങ്ങാൻ കിടന്നു. ഒരു സംശയം തോന്നിയാണ് വീട്ടുകാർ ചേർന്ന് ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലയ്ക്കേറ്റ ക്ഷതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കൊലപാതകം എന്നുള്ളൊരു പ്രാഥമികമായ നിഗമനത്തിൽ പോലീസ് എത്തുകയും ചെയ്തു. ഇതിലിപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇങ്ങനെയാണ്: സ്വത്ത് തർക്കം ബാബുവിനുണ്ടായിരുന്നു. അതിൽ ബാബുവിന്റെ ഒരു ബന്ധു ഇവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ആദ്യഘട്ടത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് ആ പ്രശ്നം പരിഹരിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഉത്സവത്തിന്റെ അന്ന് ഈ ബന്ധു ബാബുവിനെ വിളിച്ചൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ഈ ബന്ധു നിയോഗിച്ച രണ്ടുപേർ ചേർന്ന് ഈ ബാബുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. തലയ്ക്കുൾപ്പെടെ ബാബുവിന് ഗുരുതരമായി പരിക്കുപറ്റി എന്നുള്ളതും ഈ ബാബുവിന്റെ മറ്റൊരു ബന്ധു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് അവശനിലയിലായ ബാബു വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. ആന്തരികമായ അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കൂടി നിലവിൽ പറയുന്നുണ്ട്. ഏതായാലും രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇവർക്കായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഊർജിതമായി തുടരുന്നുണ്ട്. ഒരാളാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അയാൾ ബാബുവിന്റെ ബന്ധു കൂടിയാണ്. അയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ കുന്നമംഗലം പോലീസ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.